ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ കാണിച്ചു തരാൻ വന്നതെന്ന് വെച്ചാൽ എലൈറ്റ് മോഷനിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫോട്ടോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മേലോട്ടേക്ക് പോകുന്നത്. അതായത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട്. ഇതാണ് സാധനം. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ കുറേ ആൾ അന്വേഷിക്കുന്നുണ്ട്. അതായത് ഈ വീഡിയോ ഏറ്റവും എളുപ്പമാണെന്ന് വെച്ചാൽ ആദ്യം പിക്സാർട്ട് എടുക്കാം. പിക്സാർട്ട് എടുത്തിട്ട് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് സ്ലോ ആണ് ഫോണ്. താഴോട്ട് പോവാം. താഴോട്ട് പോയാൽ ഡ്രോയിങ്ങിന് ഇടുക. പിക് ക്യാൻവാസ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് എടുക്കാം. അതെടുത്തിട്ട് ഇങ്ങനെ ലാസ്റ്റ് വന്നിട്ട് ഇവിടെയില്ല ഈ ഫ്രെയിം എടുക്കാം. എന്നിട്ട് ഈ റേഷ്യോ കൊടുക്കാം. വിഡ്ത്ത് 1080 ഹൈറ്റ് 3000 കൊടുക്കാം. ഹൈറ്റ് നിങ്ങൾക്ക് എത്ര വേണ്ട അത്ര വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അത് കൊടുത്തിട്ട് ഓക്കെ അമർത്താം. ബ്ലാക്ക് കൊടുക്കാം. എന്നിട്ട് ഇവിടെ മേലത്തെ ഇത് കൊടുക്കാം. ഇത് കൊടുത്തിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് വരും. ഇങ്ങനത്തെ ഇൻ്റർഫേസ് വന്ന ശേഷം നമുക്ക് വേണ്ട പിക്ക് ഇവിടെ പോയിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ നമ്മളടുത്ത് ഫോട്ടോ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരേപോലത്തെ ഫോട്ടോ ഒരേ ടൈമിലുള്ള ഫോട്ടോ ഓരോന്ന് എടുക്കാം. എന്നിട്ട് എടുത്തിട്ട് ഈ മേലെ കൊണ്ടുപോയി വെച്ച് എല്ലാം ഒരേ അളവ്, അതായത് ഈ അളവിൽ വെക്കാം. ഓക്കെ, അതേപോലെ എല്ലാം അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ താഴത്ത് ചെറിയ ഭാഗം വരുന്നുണ്ടെങ്കിൽ, ഈ ചെറിയ ഭാഗം നമുക്ക് ബാക്കി വരുന്നുണ്ടെങ്കിൽ ഈ ഭാഗം വരെ ഫോട്ടോ കൊടുക്കണം. കുറച്ചാണെങ്കിൽ കുറച്ചെങ്കിലും കൊടുക്കണം. ഓക്കെ, ഞങ്ങളിപ്പം ഫോട്ടോ ചെയ്തിട്ടുണ്ട്. അത്ര വൃത്തിക്കൊന്നുമില്ല, ഇത് ജസ്റ്റ് തൽക്കാലത്തേക്ക് ചെയ്തതാണ്. എന്നിട്ട് മേലത്തെ ഇത് കൊടുത്ത് സേവ് ചെയ്യാം. സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ എലൈറ്റ് മോഷൻ പോവാം. എലൈറ്റ് മോഷൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് പ്ലസ് ഐക്കൺ എടുക്കുക. ചെയ്തിട്ട് ഫുൾ സ്ക്രീനിൻ്റെ റേഷ്യോ, അതായത് ഞാൻ ഇത് റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്രെയിം റേറ്റ് 30 കൊടുക്കാം. ക്രിയേറ്റ് പ്രൊജക്റ്റ്, എന്നിട്ട് പ്ലസ് ഇവിടെയും കൊടുക്കാം. നമ്മൾ ചെയ്ത ഫോട്ടോ ഇവിടെ ഉണ്ടാവും. നമ്മൾ ചെയ്ത ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് ഫില്ല് സ്ക്രീൻ കൊടുത്തിട്ട് ഇത് ഫുള്ളാക്കാം. ഇത് ഫുള്ളാക്കിയിട്ട് കുറച്ച് നമ്മൾ ഇവിടെ പോയിട്ട് ഇത് കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, കുറച്ച് സൂം എടുത്തിട്ട് ഈ സ്വൈപ്പ് ടു മൂവ് ഇതിൻ്റെ ഏറ്റവും മണ്ടക്ക് പോകാം. മേലയിലേക്ക് പോയിട്ട് കറക്റ്റ് കൊടുക്കാം. എന്നിട്ട് വേണ്ട പാട്ട് എടുക്കാം. മ്യൂസിക് എടുത്തിട്ട് മ്യൂസിക് ഇപ്പം ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. മ്യൂസിക് കൊടുത്തിട്ട് എത്ര സെക്കൻഡാണ് വേണ്ടത് അത്ര കൊടുക്കാൻ. ഇപ്പം എന്തായാലും ജസ്റ്റ് 15 കൊടുക്കാം. എന്നിട്ട് ഇതിപ്പോൾ താഴെ നിന്ന് മേലോട്ടേക്ക് പോകണമെന്നല്ലേ, അല്ല മേലെ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നല്ലേ. എന്നിട്ട് ഇവിടെയുള്ള പ്ലസ് ഐക്കൺ കൊടുക്കാം. അതേപോലെ അപ്പുറത്തും കൊടുക്കാം. എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഈ ചുവന്ന ബട്ടൺ നേരെ കറക്റ്റ് സെൻറ്ററായിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് പോകാം. എവിടത്തോളെയല്ല അവിടത്തേക്ക് പോകാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് താഴോട്ട് പോകാം. ഓക്കെ, അപ്പോൾ സാധനമായിട്ടുണ്ട്. കണ്ട് നോക്കൂ എല്ലാവരും. ഗൈസ്, ഇത്രയും പണിയല്ലോ. ഇതാ സാധനമായിട്ടുണ്ട്. മനസ്സിലായിട്ടില്ലേ കമൻറ്റ് ചെയ്തോ. ഇനി വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്തോ. സബ്സ്ക്രൈബും ബെല്ലൈക്കണും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും എത്തിക്കാം. ഓക്കെ, പിന്നെ എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ടടുത്ത് ഈ വീഡിയോ ഇപ്പെടുത്തില്ല, അതെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് എന്നിട്ട് ഹൈ ക്വാളിറ്റി കൊടുക്കാം. 30 FPS എക്സ്പോർട്ട് കൊടുക്കാം. എക്സ്പോർട്ട് കൊടുത്തിട്ട് പിന്നെ വരേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോൻ്റെ എം ബി കൂടുതലായിരിക്കും ഉണ്ടാകുന്നത്. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വീഡിയോൻ്റെ മാക്സിമം MB എന്ന് പറഞ്ഞാൽ ഒരു 60-50 ഉണ്ടാവും. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ വാട്സപ്പിൽ 15 MB താഴെ വേണ്ട വീഡിയോ പാണ്ട പറഞ്ഞാൽ മാക്സിമം നമ്മൾ വാട്സപ്പിൽ ഇതാക്കുമ്പോൾ
15 MB കൂടുതൽ വാട്സപ്പ് കമ്പയർ ചെയ്തിട്ട് വീഡിയോ കോൾ ആക്കും. ക്ലാരിറ്റി എല്ലാം മൊത്തം കുറച്ച് തരും. അപ്പോൾ വീഡിയോ പാണ്ടയിൽ പോയിട്ട് നമ്മൾ ചെയ്ത വീഡിയോ, ഞാൻ ചെയ്ത വീഡിയോ ഇപ്പോൾ 49 MB ഉണ്ട്. ഇതാ ഞാൻ ചെയ്ത വീഡിയോ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന വീഡിയോ ആക്കിയിട്ടില്ല. ഞാൻ ചെയ്ത വീഡിയോ 49 MB ഉണ്ട്. അതിന് ജസ്റ്റ് ഇവിടെ താഴെ നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ലാർജ് ഫയൽ ജസ്റ്റ് കംപ്രസ്. അതല്ലെങ്കിൽ അടിയിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. ഞാനിതാ കൊടുക്കുക. ലാർജ് ഫയൽ ജസ്റ്റ് കംപ്രസ് കൊടുത്തിട്ട് കംപ്രസ് ചെയ്യാം. കംപ്രസ് ചെയ്താൽ തന്നെ നമ്മളെ വീഡിയോ ഫുള്ള് ഒരുവിധം ഇതാക്കി കംപ്രസ് ചെയ്തിട്ട് MB കുറച്ച് തരും. പക്ഷേ വീഡിയോൻ്റെ ക്ലാരിറ്റി അങ്ങനെ കുറയില്ല. ചിലതിൻ്റെ ക്ലാരിറ്റി കുറയും. എന്നിട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ക്ലാരിറ്റി കുറയില്ല. ഈ 49 MB നമ്മളിപ്പം വാട്സപ്പിൽ ഇട്ടാൽ തന്നെ ക്ലാരിറ്റി മൊത്തം പോകും. കംപ്രസ് ചെയ്തെടുക്കും വാട്സപ്പ്. അപ്പോൾ എല്ലാവരും സ്വിച്ച് ചെയ്ത് നോക്ക്. ഓക്കെ.